പാരച്യൂട്ടിന്റെ ബോട്ടിൽ ഇങ്ങനെ ആവാനൊരു കാരണമുണ്ട്. ആരാന്നറിയോ കാരണക്കാരൻ? എലിയാണ്. ഒരു എലി കാരണമാണ് പാരച്യൂട്ടിന്റെ ബോട്ടിൽ ഈ ഡിസൈനിൽ വന്നത്. ആദ്യം പാരച്യൂട്ട് പ്രൊഡക്റ്റ് ഇറങ്ങിയത് ടിന്നിൽ. അപ്പോൾ എലി എന്താണെന്ന് വെച്ചാൽ ഈ ടിന്ന് കരളും, എന്നിട്ട് എണ്ണയൊക്കെ ഒരുപാട് വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ആൾക്കാർ പാരച്യൂട്ടിന്റെ പ്രൊഡക്റ്റ് വാങ്ങാതെ, ഏത് ഷോപ്പുകാർ ഇത് വാങ്ങാതെ, അപ്പോൾ പാരച്യൂട്ടുകാർ റിസർച്ച് എടുത്ത് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ അവർ കുറച്ച് ഇവരെ ടിന്നൊരു സ്ഥലത്ത് വെച്ച് അവിടെ എലീനെ കൊണ്ടുവന്നു. ഇവർ നോക്കുമ്പോൾ ഈ ടിന്നിന് പിടിച്ചിട്ടാണ് എലി ഇതിങ്ങനെ കറണ്ട് തിന്നത്. അപ്പോൾ ഇത് പിടിക്കുന്നത് ഗ്രിപ്പാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഈ രീതിയിലേക്കുള്ളൊരു പ്ലാസ്റ്റിക് ഡിസൈൻ അവർ കൊണ്ടുവന്നു. നമുക്ക് ഭയങ്കര കട്ടിയുള്ള ഡിസൈൻ കൊണ്ടുവന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കൂടി, അത് അവർക്ക് കസ്റ്റമർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ കോസ്റ്റ് കുറേ വേണം, എന്നാൽ എലിയുടെ പ്രശ്നം ഉണ്ടാവാനും പാടില്ല. അങ്ങനെ അവർ ഡിസൈൻ ചെയ്തൊരു ബോട്ടിൽ ഷേപ്പാണ് പാരച്യൂട്ടിൻ്റെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ബോട്ടിൽ ഷേപ്പ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം ഒരു പ്രശ്നം തീർന്നില്ല. അവരെ കോമ്പറ്റീറ്റർ ഈ ഡിസൈൻ കോപ്പി അടിക്കാൻ തുടങ്ങി. കാരണം കോമ്പറ്റീറ്റർക്ക് എലിയുടെ പ്രശ്നം ഉണ്ടാവുമല്ലോ, കോമ്പറ്റീറ്റർ ഈ ഡിസൈൻ കോപ്പി അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കോപ്പി അടിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പാരച്യൂട്ട് കൊണ്ടുവന്ന ഡിസൈനിൽ കൊണ്ടുവന്ന മാറ്റമാണ് അതിൻ്റെ ടോപ്പിലൊരു ഡ്രോപ്പ് പോലൊരു സാധനം കണ്ടോ ബോട്ടിലിൻ്റെ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ആ ഡ്രോപ്പ് പോലത്തെ ഡിസൈൻ അത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് അവർ ചെയ്തത്. ഇത് പെട്ടെന്ന് ഒരിക്കലും ഒരു കോമ്പറ്റീറ്റർക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാരച്യൂട്ടിൻ്റെ ഈ ഡിസൈനും അതിലുള്ള ഡ്രോപ്ലെറ്റും ഇന്നും അവരെ ഐഡൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കാൻ കാരണം അവർ ഇത്തരത്തിലൊരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കൊണ്ടുവന്നതാണ്. നമ്മളെ മൈൻഡ് എപ്പോഴും പ്രോബ്ലത്തിൻ്റെ ഏറ്റവും ഇന്നോവേറ്റീവ് സൊല്യൂഷൻ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ആലോചിച്ച് തുടങ്ങും.